ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇവിടെ ആരെ വായിക്കൊണ്ട് നിൽക്കുവാ? നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നേ? അത് എന്റെ കണ്ണില് പൊടിയെന്തോ പോയതാ. ചടങ്ങൊക്കെ കഴിഞ്ഞു, ഇനി സദ്യയുടെ സമയമാ. നീ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ശരി. ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ ഒന്ന് പോവോ? ദുർഗ എവിടെ? ആ കുട്ടി എന്താ കഴിക്കാനിരിക്കാത്തെ? ദുർഗ അങ്ങനെയാ, എല്ലാവരുടെ കൂടെ കഴിക്കുന്നൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അവളെന്തെങ്കിലും ജോലി ചെയ്തോണ്ട് നടക്കും. തനിച്ചിരുന്ന് കഴിക്കുമ്പോ അവളുടെ സൗകര്യത്തിന് കഴിക്കാലോ. ഇന്നങ്ങനെ പറ്റില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം, അതല്ലേ നമുക്കൊരു സന്തോഷം. ആ ദുർഗേ, ഇങ്ങ് വന്നേ. ദുർഗ എന്താ കഴിക്കാനിരിക്കാത്തെ? ഞാൻ പിന്നെ കഴിച്ചോളാം ചേച്ചി. അത് പറ്റില്ല. ദുർഗ ഞങ്ങളോടൊപ്പം ഇരുന്ന് കഴിച്ചേ പറ്റൂ. അതെ മോളെ, ഇവിടെ ജോലി ചെയ്യാൻ വേറെ ആളുകളുണ്ടല്ലോ. പിന്നെ കുട്ടി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്റെ അനുജത്തിയുടെ നിശ്ചയം ഒരു കുറവും വരാതെ നടക്കേണ്ടതും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്യേണ്ടതും ഒക്കെ എന്റെ കടമയല്ലേ. ഇവള് പിന്നെ കഴിച്ചോളും. എന്തിനാ വെറുതെ നിർബന്ധിക്കുന്നത്? ഈ പ്രായത്തിൽ ഇത്രയും ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ നോക്കി ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാ. സത്യത്തിൽ വീട്ടിലെ എല്ലാവരുടെ കാര്യങ്ങളും യാതൊരു കുറവുമില്ലാതെ ഭംഗിയായി ചെയ്യുന്ന ദുർഗമോളാ. എന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് കൃത്യമായിട്ട് ചെയ്യുന്നത് എന്റെ ദുർഗമോളാ. ഓ ഓക്കെ, വെരി ഗുഡ്. ദുർഗയെ പോലെ കഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവും. ഇതൊന്നും കഷ്ടപ്പാടായിട്ടല്ല, എന്റെ കടമയായിട്ടാ കരുതുന്നത്. അപ്പൊ ദുർഗ ഞങ്ങളുടെ പൂർണിമയെ പോലെയാണെന്ന് സാരം. അതെ, ശരിയാ. പൂർണ്ണിമയും കുടുംബത്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാ. പൂർണിമയെ വെച്ചൊന്നും ദുർഗയെ കമ്പയർ ചെയ്യില്ലേ. പൂർണിമ ഏത് ലെവലിൽ നിൽക്കുന്നു, ദുർഗ എവിടെ നിൽക്കുന്നു? ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇവര് തമ്മില്. എന്താ എന്താ ആലോചിക്കുന്നേ? ഭക്ഷണം ഇഷ്ടായില്ലേ? അതല്ല, ദുർഗ തന്റെ ചേച്ചിയാണോ? അതെ. നവദുർഗേ